പാകിസ്ഥാൻ ഇപ്പോൾ വലിയൊരു സാമ്പത്തിക വെല്ലുവിളിയെയാണ് നേരിടുന്നത്. പ്രത്യേകിച്ച് ഇന്ധന മേഖലയിൽ രാജ്യം വലിയ സമ്മർദ്ദത്തിലാണ്. ലോകവിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയരുകയും പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുകയും ചെയ്തതോടെ പാകിസ്ഥാന്റെ അവസ്ഥ കൂടുതൽ ബുദ്ധിമുട്ടായി. ഈ സാഹചര്യത്തിലാണ് രാജ്യം സ്വന്തം കടൽ മേഖലകളിൽ നിന്ന് എണ്ണ കടത്താനുള്ള പുതിയ ശ്രമങ്ങൾ നടത്തി തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും ഹോർമോസ് മേഖലയിലെ പ്രതിസന്ധിയും ലോകത്തെ എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിച്ചു. ലോകത്തിലെ വലിയൊരു ശതമാനം ക്രൂഡ് ഓയിൽ ഗതാഗതം നടക്കുന്നത് ഈ കടലൊടുക്കിലൂടെയാണ്. അവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ എണ്ണവില കുത്തനെ ഉയർന്നു. ഇതിന്റെ വലിയ ആഘാതമാണ് പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. കാരണം രാജ്യത്തിന് ആവശ്യമായ ഭൂരിഭാഗം ക്രൂഡ് ഓയിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ് എത്തിക്കുന്നത്. സ്വന്തം രാജ്യത്തിന് ആവശ്യത്തിന് എണ്ണ ഉൽപാദനം ഇല്ലാത്തതിൽ അന്താരാഷ്ട്ര വിപണിയിലെ ചെറിയ മാറ്റം പോലും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കും. എണ്ണവില ഉയർന്നാൽ രാജ്യത്തെ ഗതാഗത ചെലവും വൈദ്യുതി ചെലവും സാധനങ്ങളുടെ വിലയും കൂടും. സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടാകുകയും ചെയ്യും. ഇറാനും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ സംഘർഷാവസ്ഥ ശക്തമാക്കിയതോടെ ഹോർമോസ് കടലിടുക്കിലൂടെ എണ്ണ എത്തിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടായി. ഇതോടെ പാകിസ്ഥാനിൽ ഇന്ധനക്ഷാമം ഭീഷണിയും ഉയർന്നു. രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വളരെ വേഗത്തിൽ ഉയർന്നു. സാധാരണ ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ജീവിത ചെലവുകൾ നിയന്ത്രിക്കാനും ബുദ്ധിമുട്ടായി. സർക്കാരിനും വലിയ വെല്ലുവിളിയായിരുന്നു ഇത്. ഇന്ധന ഉപഭോഗം കുറയ്ക്കാൻ വിവിധ നിയന്ത്രണങ്ങളാണ് പാകിസ്ഥാൻ സർക്കാർ കൊണ്ടുവന്നത്. ചില സർക്കാർ ഓഫീസുകളിൽ വർക്ക് ഫ്രം ഹോം സംവിധാനം നടപ്പാക്കി. സ്കൂളുകളും കോളേജുകളും താൽക്കാലികമായി ഓൺലൈൻ പഠനത്തിലേക്ക് മാറ്റി. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ജനങ്ങളോട് സർക്കാർ അഭ്യർത്ഥിച്ചു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വീണ്ടും സ്വന്തം കടൽ തീരങ്ങളിൽ എണ്ണ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുന്നത്. രാജ്യത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള സിന്ധ്, ബലൂചിസ്ഥാൻ മേഖലയോട് ചേർന്നുള്ള സിന്ധു മാക്രാൻ കടൽ മേഖലയിലാണ് പുതിയ പര്യവേഷണ പദ്ധതി ആരംഭിക്കുന്നത്. ആഴക്കടലിൽ എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്താനാണ് ലക്ഷ്യം. പാകിസ്ഥാൻ തീരത്ത് എണ്ണ സാന്നിധ്യം ഉണ്ടാക്കാമെന്ന വിദഗ്ധർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നതാണ്. എന്നാൽ അതിനെ വ്യാപാര അടിസ്ഥാനത്തിൽ കുഴിച്ചെടുക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇതിന് പ്രധാന കാരണം സാങ്കേതിക പരിജ്ഞാനത്തിന്റെ കുറവും സാമ്പത്തികവും ബുദ്ധിമുട്ടുകളുമായിരുന്നു. ആഴക്കടലിൽ എണ്ണ കണ്ടെത്തുകയും സുരക്ഷിതമായി പുറത്തെടുക്കുകയും ചെയ്യുന്നത് വളരെ ചെലവേറിയതും സങ്കീർണമായ ജോലിയാണ്. കഴിഞ്ഞ പല വർഷങ്ങളായി പാകിസ്ഥാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പല പദ്ധതികളും പൂർണ്ണ വിജയത്തിലെത്തിയില്ല. 2019 വിദേശ കമ്പനികളുടെ സഹായത്തോടെ ഒരു ആഴക്കടൽ പദ്ധതി ആരംഭിച്ചിരുന്നു. അന്ന് വലിയ പ്രതീക്ഷയോടെയായിരുന്നു പദ്ധതി തുടങ്ങിയത്. എന്നാൽ ആവശ്യത്തിന് എണ്ണ കണ്ടെത്താൻ ആകാതിരിക്കുകയും ചെലവുകൾ കൂടുകയും ചെയ്തതോടെ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കേണ്ടി വന്നു. എന്നാലും ഇപ്പോൾ രാജ്യം വീണ്ടും പുതിയ പ്രതീക്ഷയോടെയാണ് രംഗത്തെത്തുന്നത്. പുതിയ പദ്ധതിക്ക് വലിയ സാമ്പത്തിക നിക്ഷേപമാണ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ പാകിസ്ഥാനിലെ കമ്പനികൾ ചേർന്ന് ഏകദേശം $2.2 കോടി നിക്ഷേപിക്കും. തുടർന്നുള്ള ഘട്ടത്തിൽ നിക്ഷേപം $100 കോടി ഉയർത്താമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ ഏകദേശം 54,600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടൽ മേഖലയിൽ 23 ഓഫ് ഷോർ ബ്ലോക്കുകൾ വികസിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ഈ മേഖലകളിൽ പരിശോധനകളും പരിവേഷണ പ്രവർത്തനങ്ങളും ഘട്ടം ഘട്ടമായി ആരംഭിക്കും. ഇന്ത്യയെ പോലെ വലിയ തോതിൽ ആഭ്യന്തര എണ്ണശേഖരം പാകിസ്ഥാനില്ല. അതുകൊണ്ട് തന്നെ വിദേശ വിതരണ ശൃംഖലയിൽ തടസ്സമുണ്ടായാൽ രാജ്യം വലിയ പ്രതിസന്ധിയിലാകും. ഹോർമോസ് കടലൊടുക്ക് അടഞ്ഞ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കാൻ പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. ഈ അനുഭവമാണ് ഇപ്പോൾ രാജ്യം പുതിയ മാർഗങ്ങൾ തേടാൻ പ്രേരിപ്പിക്കുന്നത്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാൻ പാകിസ്ഥാൻ മറ്റൊരു വലിയ പദ്ധതിയും ആലോചിക്കുന്നു. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണശേഖരം സ്വന്തം രാജ്യത്ത് സൂക്ഷിക്കാനുള്ള പദ്ധതിയാണിത്. അതിലൂടെ ലോകവിപണിയിൽ പ്രതിസന്ധി വന്നാലും കുറച്ചു കാലത്തേക്ക് രാജ്യത്തിന് ആവശ്യമായ ഇന്ധനം ഉപയോഗിക്കാനാകും. ഇതിനായി ഗ്വാദർ തുറമുഖ മേഖലയെ വലിയ ഊർജ്ജ കേന്ദ്രമാക്കി മാറ്റാനാണ് പാകിസ്ഥാന്റെ ശ്രമം. ചൈനയുടെ സഹായത്തോടെ വികസിപ്പിക്കുന്ന ഗ്വാദർ തുറമുഖത്തിന് സമീപം എനർജി സിറ്റി നിർമ്മിക്കാനും പദ്ധതിയുണ്ട്. ഇവിടെ വലിയ തോതിൽ എണ്ണ സംഭരണ കേന്ദ്രങ്ങളും റിഫൈനറികളും സ്ഥാപിക്കാനാണ് ലക്ഷ്യം. ചൈനയും പാകിസ്ഥാനും ചേർന്നുള്ള സാമ്പത്തിക പദ്ധതികളുടെ ഭാഗമായാണ് ഈ വികസനങ്ങൾ നടക്കുന്നത്. ഗ്വാദർ തുറമുഖം ഭാവിയിൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന വ്യാപാര ഊർജ്ജ കേന്ദ്രങ്ങളൊന്നായി മാറുമെന്നാണ് പ്രതീക്ഷ. അതേസമയം പുതിയ എണ്ണ പരിവേഷണ പദ്ധതികൾ വിജയിക്കുമോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല. ആഴക്കടൽ പദ്ധതികൾക്ക് വലിയ പണം, സാങ്കേതിക വിദ്യ, സമയമൊക്കെ ആവശ്യമാണ്. പരിസ്ഥിതി പ്രദേശങ്ങളും സുരക്ഷാ വെല്ലുവിളികളും ഉണ്ടായേക്കാം. എന്നിരുന്നാലും രാജ്യത്തിന്റെ ഭാവി ഊർജ്ജ സുരക്ഷയ്ക്കായി ഈ നീക്കം വളരെ പ്രധാനമാണെന്നാണ് പാകിസ്ഥാൻ കരുതുന്നത്. ലോക എണ്ണ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വന്തം വിഭവങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം പാകിസ്ഥാന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.